2024 കേരള ഹരിതകർമ്മ ക്ഷേമ നിധി ബില്ല്. ശ്രീ ജി സ്റ്റീഫൻ, അങ്ങേക്ക് 2024 കേരള ഹരിതകർമ്മസേന ക്ഷേമനിധി ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേമം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2024 കേരള ഹരിതകർമ്മസേന ക്ഷേമനിധി ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്തെ ജനകീയ മുഖമാണ് ഹരിതകർമ്മസേന. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നിന്ന് കണ്ടെത്തി ഒരു തൊഴിൽ സംരംഭമായി പ്രവർത്തനം ആരംഭിച്ച ഹരിതകർമ്മസേനയ്ക്ക് ഇന്ന് സംസ്ഥാനത്ത് ഏതാണ്ട് 36,000-ലധികം അംഗങ്ങളുണ്ട്. സർ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും നൽകി വരുന്നുണ്ട്. നിശ്ചിത പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുന്നതിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, മാലിന്യ ശേഖരണത്തിനുള്ള സംവിധാനങ്ങൾ, മാലിന്യ സംഭരണത്തിനും സംസ്കരണത്തിനുമുള്ള സംവിധാനങ്ങൾ, യൂണിഫോം, ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ട്. സർ, കൂടാതെ 59 വയസ്സുവരെയുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതുമാണ്. ഒരു വർഷമെങ്കിലും അംശാദായം അടയ്ക്കുന്നവർക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ വ്യക്തമായ ഒരു മാർഗരേഖയോടെ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡ് നിലവിലുള്ളതിനാൽ ഈ ബില്ലിൽ പ്രതിപാദിക്കുന്നത് പോലെ പുതിയ ഒരു ബോർഡ് രൂപീകരിക്കുന്നതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ സർ, അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ അനൗദ്യോഗിക ബില്ലിലെ ലക്ഷ്യങ്ങൾ നിലവിലുള്ള സംവിധാനം വഴി തന്നെ അത് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനാൽ, പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നതിനാൽ ബില്ലിന് അവതരണാനുമതി നൽകേണ്ടതില്ല. ശ്രീ ജി സ്റ്റീഫൻ, അങ്ങേക്ക് സംസാരിക്കാവുന്നു. സർ, സംസ്ഥാനത്ത് രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിന് വികേന്ദ്രീകൃത രീതിയിൽ പരിഹാരം കാണുന്നതിന് രൂപീകരിച്ച സംവിധാനമാണ് ഹരിതകർമ്മസേന. കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ സർക്കാർ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന നിലയിലാണ് ഈ രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന സാമൂഹ്യ ബോധമാണ് സമൂഹത്തിൽ നാം പുതുതായി വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ളത്. ഹരിത കേരളം മുന്നോട്ട് വെച്ച ശുചിത്വ കേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന രൂപീകരിച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ, ക്ലീൻ കേരള കമ്പനി, തൊഴിലുറപ്പ് മിഷൻ, സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവയുടെ സഹായത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. 250 വീടിന് ഒരാൾ എന്ന നിലയിൽ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ നിന്നാണ് ഹരിതകർമ്മസേന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. വീടുകളുടെ എണ്ണം അനുസരിച്ചാണ് ഓരോ വാർഡിലെയും ഹരിതകർമ്മസേനാംഗങ്ങളുടെ എണ്ണം. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം ഹരിതകർമ്മസേനാംഗങ്ങൾ മിനി MCFിലേക്കും അവിടെ നിന്ന് MCFിലേക്കും തുടർന്ന് ക്ലീൻ കേരള കമ്പനിയിലേക്കും മറ്റ് അംഗീകൃത പ്രൈവറ്റ് ഏജൻസികൾക്കും കൈമാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2024 മാർച്ച് മാസത്തെ കണക്ക് പ്രകാരം 36,510 ഹരിതസേനാംഗങ്ങൾ ജോലി ചെയ്തു വരുന്നു. 90% മേലും വനിതകളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലും ഈ ഹരിതകർമ്മസേനയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. 941 ഗ്രാമപഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. 87% വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുന്നത് ഹരിതകർമ്മസേനയാണ്. സംസ്ഥാനത്ത് 17,393 മിനി MCFകളും 1,247 MCFകളും 164 RRFകളും പ്രവർത്തിക്കുന്നുണ്ട്. സാർ, 2023-24 സാമ്പത്തിക വർഷം ക്ലീൻ കേരള കമ്പനി 47,548 ടൺ മാലിന്യം ഹരിതകർമ്മസേനയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. 5,380 ടൺ മാലിന്യം പ്രൈവറ്റ് ഏജൻസികൾ ഹരിതകർമ്മസേനയിൽ നിന്നും ഈ കാലയളവിൽ ശേഖരിച്ചിട്ടുണ്ട്.
ആകെ 52,928 ടൺ മാലിന്യം ഇത്തരത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. 10,000 രൂപയെങ്കിലും ഒരു ഹരിതകർമ്മ സേനാംഗത്തിന് വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ അവരുടെ വേതനം അല്ലെങ്കിൽ ഓണറേറിയം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് സർ. ലഭ്യമായ കണക്ക് പ്രകാരം 14,705 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 10,000 രൂപയും അതിന് താഴെയുമാണ് വരുമാനം. 15,058 ഹരിതസേനാംഗങ്ങൾക്ക് 10,000 രൂപയിൽ മേലെ വരുമാനമുണ്ട്. എന്നാൽ 626 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 25,000 രൂപയ്ക്ക് മേൽ വരുമാനം ലഭിക്കുന്നുണ്ട് സർ. ഹരിതകർമ്മ സേനയുടെ നമ്മുടെ നാട്ടിൽ നൽകുന്ന സംഭാവന വിലമതിക്കാനാകാത്തതാണ്. കഴിഞ്ഞ വർഷം ശേഖരിച്ച 53,000 ടൺ മാലിന്യം ശേഖരിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഈ മാലിന്യം നമ്മുടെ മണ്ണിനടിയിൽ ജലസ്രോതസ്സുകളിലോ നിക്ഷേപിക്കുമായിരുന്നു. ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക മലിനീകരണം എത്രമാത്രം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഹരിതകർമ്മ സേനയെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ സർക്കാർ സാധ്യമായ എല്ലാ വഴികളും ഹരിതകർമ്മ സേനയെ ശക്തിപ്പെടുത്താനുള്ള രീതിയിൽ ഇന്ന് നടത്തിപ്പോകുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വീട് കയറിയുള്ള പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ചില പ്രവണത ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. അവർ വാങ്ങിക്കുന്ന ഫീസ് അത് അമിതമായ ഫീസാണ്. അല്ലെങ്കിൽ എന്താണ്, മാലിന്യം കൊണ്ടുപോയി തോട്ടിലും അതുപോലെ തന്നെ പുഴയോരത്തും കൂട്ടിയിട്ട് കത്തിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർ പോലും, പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നവർ പോലും, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ പോലും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന യൂസർ ഫീ കൊടുക്കാതെ ഇവർക്കെതിരെ ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്ന നില അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? അതിനെതിരെ ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ യൂസർ ഫീ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ, അവരോട് ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന കാര്യത്തിൽ ചില ഒറ്റപ്പെട്ട വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങളോട് അജൈവ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാവരും തന്നെ സഹകരിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. കേരള പഞ്ചായത്ത് രാജ് നിയമം, കേരള മുനിസിപ്പൽ നിയമം എന്നിവയെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കുകയും കൂടുതൽ ശക്തമായ പിഴയും ശിക്ഷാ നടപടികളും ചുമത്തിക്കൊണ്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹരിതകർമ്മ സേന പ്രവർത്തകർ വളരെ ശക്തമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫീൽഡ് തലത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിലും സജീവമായി പ്രത്യക്ഷപ്പെടാറുണ്ട്. നിലവിൽ ചില ഗ്രാമപഞ്ചായത്തുകളെങ്കിലും സ്ഥിരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ MCFകൾ നിർമ്മിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർബന്ധമായും MCFകളുടെ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന് നിഷ്കർഷിക്കേണ്ടത് ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമാണ്. മിനി MCFകളുടെ അഭാവം ഫീൽഡ് തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പലപ്പോഴും റോഡുകളുടെ സൈഡുകളിൽ നിക്ഷേപിക്കുന്ന മാലിന്യം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ എത്തിച്ചേരാറുണ്ട്. മാലിന്യ ശേഖരണത്തിലേക്കായുള്ള കയ്യുറകൾ, സഞ്ചികൾ, ബൂട്ടുകൾ എന്നിവയുടെ കുറവ് ചില സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സർക്കാർ തൊഴിലാളികളെ എക്കാലവും സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച ക്ഷേമനിധി ബോർഡ് പോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ഇത്തരത്തിൽ വിലമതിക്കാനാവാത്ത സേവനം ചെയ്യുന്ന ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയും ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നത് ഇവരെ സഹായിക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും. സാർ, ഇതിനു വേണ്ടിയാണ് ഈ ബില്ല് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഹരിതകർമ്മ സേനയ്ക്ക് മാത്രമായി ഒരു ഇൻഷുറൻസ് പദ്ധതിയും രൂപീകരിക്കുന്നത് വളരെ സഹായകരമായിരിക്കും. ശ്രീ സ്റ്റീഫൻ, അങ്ങ് ചർച്ച തുടരുന്നോ അതോ അവസാനിപ്പിക്കുന്നോ? തുടരുന്നു. ഒരു മിനിറ്റ് കൂടെ അനുവദിക്കണം സാർ, ഒരു മിനിറ്റ്. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി MCFും മിനി MCFകളും വാർഷിക പദ്ധതിയിൽ നിർബന്ധിത പദ്ധതികളായി ഏറ്റെടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കേണ്ടതാണ്. നിലവിലുള്ള MCFകൾ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നുള്ള ഉറപ്പും വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന സേവനത്തിൻ്റെ മൂല്യം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധമാണ് സാർ. തൊഴിൽ സ്ഥിരത ഇല്ലാത്തതുമൂലം മതിയായ വരുമാനമില്ലാത്തതിനാലും മറ്റ് നിരവധി കാരണങ്ങളാൽ ഇവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്.
ഇവരുടെ പ്രയാസങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനും ഇവരുടെ ക്ഷേമം, പെൻഷൻ, മക്കളുടെ വിദ്യാഭ്യാസം, ചികിത്സാ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം ഇവരുടെ ഭാവി ജീവിതം സംരക്ഷിക്കുന്നതിനും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത്. ഇത് അനുവദിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു.